ഹലോ ഗൈസ്, 8-ാം തീയതിയിലെ ഞങ്ങൾക്കുള്ള പാല് കാച്ച് കലണ്ടർ 9-ാം തീയതി ആക്കിയ പാല് കാച്ചിന് പോവുകയാണ് ഗൈസ്. ഇത് ഷെൻവിവാദമായ മാമന്റെ വീട്ടിലെ പാല് കാച്ചിനാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാറിലാണല്ലേ ഗൈസ്. എല്ലാ ഭാഗ്യവും എനിക്ക് ഒന്നിച്ച് വന്ന് ഗൈസ്. എനിക്ക് കുറ്റം പറഞ്ഞിട്ട് നേരെ ചെന്ന് എനിക്കടെ ഫ്രണ്ടിലോട്ട് ഒന്ന് കയറുകയാണ് ഗൈസ്. എന്ത് ചെയ്യാൻ? അങ്ങനെ ചാച്ചൻ വണ്ടി ഒതുക്കാൻ പോയി. ഞങ്ങളിങ്ങനെ നിന്നപ്പോഴത്തേനും എനിക്ക് സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര കമ്പനി കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് ഐ ഡിയൊക്കെ കൊടുത്തു, സബ്സ്ക്രൈബൊക്കെ ചെയ്തു. പുള്ളി എടുത്തൊരു വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ജാടയടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളൂ കേട്ടോ. പുള്ളി ഭയങ്കര പാവമാണ്. അങ്ങനെ ഞങ്ങൾ ദേ അകത്തേക്ക് കയറി. അങ്ങോട്ട് എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഫിൽറ്റർ ഉണ്ടാണ് നേരം കണ്ടുപിടിക്കത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഷോ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ച് എന്ത് ചെയ്യാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി ചിരിച്ചുകൊണ്ടങ്ങ് നടക്കുക. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് തന്നെ ഏതാ. അത് ഞങ്ങൾ വണ്ടി കയറി നേരെ അമ്മൂമ്മയെ തൂക്കാൻ പോയതാണ്. അപ്പൂപ്പനെയും തൂക്കണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അപ്പൂപ്പന് വരാൻ വയ്യ, അപ്പൂപ്പൻ എന്തിനൊക്കെയോ അറിയത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൂപ്പൻ വന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഡ്രസ്സ് മാറി. അമ്മൂമ്മയെ നോക്കൂ ഗൈസ്, അതാണ് എൻ്റെ അമ്മൂമ്മ. പുള്ളിക്കാരത്തി അവിടെ നിന്ന് വിക്ടറിയൊക്കെ കാണിച്ച് ഭയങ്കര വൈബെന്ന് വെച്ചാൽ ഭയങ്കര വൈബാണ് ഗൈസ് പുള്ളിക്കാരത്തി. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി വിട്ട് കഴിഞ്ഞിട്ട് ഇത് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പൊട്ടത്തരം കാണിച്ചതാണ്. ഞാൻ പറഞ്ഞതാണ് ഗൈസ്, ഇവിടെ പണ്ട് ഞാൻ താമസിച്ചതാണെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യണം, എല്ലാം മണ്ടത്തരമായിരുന്നു ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ താമസിച്ച് അവിടെ കുളിച്ചിരുന്നൊരു ആറുണ്ടായിരുന്നു. ആ ആറ് കാണിക്കാൻ നേരത്ത് ഗൈസ് അവരെന്നെ ചതിച്ചു ഗൈസ്. ആറ് കെട്ടി അടച്ചേക്കുന്നു. അങ്ങനെ ആറ് കാണാൻ പറ്റില്ല. വെള്ളച്ചാട്ടം പോലെ സംഭവം. അതിൻ്റെ ബ്ലിങ്കസിയാണ് എൻ്റെ ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് വിശന്നപ്പോൾ അമ്മച്ചി എനിക്ക് ചിപ്സും കിക്കാറ്റും മേടിച്ചു തന്നു. അതൊക്കെ ഇങ്ങനെ മാക്ക് തിരുന്ന് എന്നെയായിരുന്നു കടന്നത്. പക്ഷേ ആ കിക്കാറ്റിനകത്ത് ഭയങ്കര കാറ്റ് കയറിയതുകൊണ്ടൊക്കെ കൊള്ളത്തില്ലായിരുന്നു മുട്ടായി. പിന്നെ ചിപ്സ് തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ എത്താറായെന്ന് തോന്നുന്നു. ആ ടൈമിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എത്താറായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വഴി തെറ്റി ഗൈസ്. ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരാത്തതുകൊണ്ട് വഴി തെറ്റി. അങ്ങനെ ഫൈനലിൽ എത്തി ഗൈസ്. എന്ത് ചെയ്യാൻ, എത്തി കുറച്ച് ഷോയൊക്കെ കാണിച്ചപ്പോൾ അവിടെ കുറച്ച് ആമ്പിള്ളേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, എന്ത് പറയാൻ, ഞങ്ങളമാരെ പോയി. എന്നിട്ട് നേരെ വന്നു ദേ തൊട്ടപ്പുറത്തേക്കുന്ന മാമിയെ പിടിക്കാൻ വേണ്ടി. മാമി ചെറുതായിട്ട് ക്യാമറയ്ക്ക് ഫേസ് എന്നിട്ട് മാമി തിരിഞ്ഞു. എന്ത് ചെയ്യാൻ, ഇതാണ് എൻ്റെ മുഖം വീണ്ടും ബ്ലിങ്കസിയായി. പിന്നെ പുറത്ത് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇത് അകത്തൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത്, ഇതൊന്നും എനിക്ക് പിടികിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തത്. പിന്നെ അവൾ തിന്നുന്ന ഇത് എൻ്റെ ശരീരത്തോട്, ഞാൻ തിന്നുന്നത് അവളുടെ ശരീരത്തോട് പോകുന്നുണ്ട്. മാക്ക് നിന്ന് അക്കുചേച്ചി തിന്നായിരുന്നു ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൂപ്പർ പ്ലേസാണ് ഗൈസ് അവിടെ. ഇത് പക്ഷേ ആ സ്ഥലമല്ല കേട്ടോ, ഇത് മാമൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ സൈഡാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ നെല്ല് പറിക്കാൻ നേരത്ത് മാമൻ അവിടെ നിന്ന് വിളിച്ചു പോയിക്കൊണ്ട് വന്ന്, പൊതയെല്ലാം പൊതഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാമൻ വിളിച്ചു പോയി. അതാണ് എൻ്റെ വീണ്ടും മുഖം ബ്ലിങ്കസിയായത്. പിന്നെ അവിടെ നിന്നൊരു ആമ്പലൊക്കെ പറിച്ച് കൈ വെച്ചു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിതേ നടക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ടാറ്റ ബൈ ദ ബൈ. ഞാൻ പോകുന്നു.